ആ ലോകത്തിൻ്റെ ഛായകൾ മനസ്സിലുണ്ടായിരുന്നത് അതങ്ങോട്ട് മാറി നിന്ന് ശുദ്ധ നിർമ്മലമായിരിക്കുന്ന പ്രകാശമായി മനസ്സ് വെളിപ്പെടുന്നു. പ്രത്യഗ്വിമർശാതിശയേന പുംസാം പ്രാചീനഗന്ധേഷു പലായിതേഷു പ്രാദുർഭവേത് കാചിദജാഡ്യനിദ്ര പ്രപഞ്ചചിന്താം പരിവർജയന്തി. സാധാരണ തത്വജ്ഞാനികളുടെ ദശയെ പറ്റിയിട്ടാണ് കൃഷ്ണൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അതിശയം തോന്നണം. കൃഷ്ണൻ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഒരു പീലി കൃഷ്ണൻ, ഒരു വെണ്ണ കൃഷ്ണൻ, ഒരു ഒരല് കൃഷ്ണൻ, ഒരു ഓടക്കുഴൽ കൃഷ്ണൻ, ഒരു വനമാല കൃഷ്ണൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ സാധാരണ ചിന്ത. അത് കഴിഞ്ഞാലോ ഒരു രാധാകൃഷ്ണൻ, രുക്മിണി കൃഷ്ണൻ, അത് വളരെ ചുരുക്കം പേരേ പറയുള്ളൂ, സത്യഭാമകൃഷ്ണൻ, അതിലൊക്കെ പാഠങ്ങളും ഗ്രഹിക്കാനുള്ള മൂല്യങ്ങളും ഉണ്ട്. അതൊന്നും അവർക്ക് വേണ്ട, അതേ നിങ്ങൾ പറയുള്ളൂ. എന്നിട്ട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് കുറേ പാട്ടും കൂട്ടും ഒക്കെ ഉണ്ടാക്കും. ഈ കൃഷ്ണനെ പറ്റി ആരാ എന്താ പറയാത്തത്? അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താ? ഒരു മനുഷ്യൻ എങ്ങനെ ജീവൻ മുക്തനാവുന്നു, എങ്ങനെ ജ്ഞാനിയാവുന്നു എന്നുള്ളതാണ് ഇവിടെ സംസാര വിഷയം. 13-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ ശ്ലോകമൊക്കെ അധ്യാത്മ ജീവിതത്തിൻ്റെയും സാധനയുടെയും സിദ്ധിയുടെയും മകുട ചൂടാമണിയായിട്ടുള്ള ശ്ലോകങ്ങളാണിത്. സാധാരണ നിലയ്ക്ക് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ ആരും ഈ ശ്ലോകം എടുക്കുകയോ പറയുകയൊന്നും ചെയ്ത് കാണില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മം എങ്ങനെയൊക്കെ ആയാലും ആദ്യത്തിലും അവസാനത്തിലും അത് അധ്യാത്മമാണ്. എന്താ ഈ അധ്യാത്മം? തന്നെ, തൻ്റെ ഉള്ളിലുള്ള ഉള്ളുണ്ടല്ലോ, ആ അന്തരാത്മാവിനെ സംബന്ധിക്കുന്നതാണ്. അന്തരാത്മാവിൻ്റെ പര്യായ ശബ്ദമാണല്ലോ ഭഗവാൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. ആ അധ്യാത്മസിദ്ധിയുടെ കാര്യങ്ങളെയാണ് ഇവിടെ കൃഷ്ണൻ ഹംസരൂപത്തിൽ പ്രതിപാദിക്കുന്നത്. പറഞ്ഞത് ആരോടാ? ബ്രഹ്മാവും സനകാദികളോടും. സനകാദികൾ എന്ന് പറഞ്ഞാൽ ഉദ്ധവനെ പോലെയല്ല. ഉദ്ധവന് ഇപ്പോൾ തൻ്റെ മോഹവും മായയും ഒക്കെ മാറി കൃഷ്ണൻ പറയുന്ന മാതിരി ദ്വാരകയും സ്വജനങ്ങളെയും ഗൃഹത്തെയും ഒക്കെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകണം എന്നത് മാത്രമാണ്. സനകാദികളൊക്കെ മുക്തിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നവരാ, അവരോട് പറയുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അതിനൊരു പ്രാഗൽഭ്യവും അതിനൊരു ഉത്തുംഗതയും ഔത്കൃഷ്ടവും ആ ലെവലും ഒക്കെ കൂടുമല്ലോ. ദൃഷ്ട്യം തതഃ പ്രതിനിവർത്തിയ നിവൃത്തതൃഷ്ണ തൂഷ്ണീം ഭവേൻ നിജസുഖാനുഭവോ നിരീഹ സന്ദൃശ്യതേ ക്വചന യദീദമവസ്തു ബുദ്ധ്യാ ത്യക്തം ഭ്രമായന ഭവേത് സ്മൃതിരാനിപാതാത്. ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ ദേഹത്തെ അതിജീവിക്കുക എന്നുള്ള ഒരു നിലയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെ ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരാലോചനയോ ഒരു ഓർമ്മയോ വന്നാൽ സ്മൃതിരാനിപാതാത്, അത് വെറും ഒരു ഓർമ്മ പോലെയാണ്. പാരമാർത്ഥികത്വമോ വാസ്തവികതയോ അതിനില്ല. വ്യാവഹാരികത്വം പോലും ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. മനസ്സിൽ പല സംഗതികളും ഓർമ്മ വരുന്നുണ്ട്, അത് ഓർമ്മയായിട്ടല്ലേ നിൽക്കണുള്ളൂ. ആ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ബാഹ്യമായ ഒരു സ്ഥൂലത്വമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ശരിയായിട്ടുള്ള ഒരു ജീവൻ മുക്തൻ, വിദേഹമുക്തൻ വരെ ആകുന്ന നിലയാണ് ഇവിടെ പറയുന്നത്. ത്യക്തം ഭ്രമായന ഭവേത് സ്മൃതി ആനിപാതാത്. ഇത് വാസ്തവമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരു സംഗതി. ആരാണത് വാസ്തവമല്ല എന്ന് പറയുന്നത്? ബുദ്ധി. ഉപേക്ഷിക്കുന്നത് ആരാ? അഹങ്കാരം. അപ്പം ഇത് വാസ്തവമല്ല എന്ന് പറഞ്ഞ് ബുദ്ധി കൊണ്ട് തീരുമാനിച്ച് ആ തീരുമാനത്തിന് മനസ്സ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഒരു മനുഷ്യനെ ആവശ്യം എന്താ? ഞാനിതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും കൊള്ളാം, ഞാൻ ചെയ്തിട്ടില്ല എന്നൊരു ബോധ്യം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ബോധ്യം പിന്നെ അന്യഥ മറ്റൊരു പ്രകാരത്തിലാവുമോ? ആവില്ല. അതുപോലെ തന്നെ അവിടെ ത്യക്തം ഭ്രമായന ഭവേത്. എങ്ങനെ ഉപേക്ഷിച്ചു? അവസ്തുബുദ്ധ്യാത്യക്തം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ വസ്തുബുദ്ധ്യാത്യക്തം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ബോധിച്ച്. ഈ ബോധിക്കുന്നത് ആരാ? ബുദ്ധിയാണ്. ആ ബുദ്ധിയോ മനസ്സിൻ്റെ ജ്യേഷ്ഠൻ, അനിയനല്ല. ആ ബുദ്ധി വാസ്തവമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് യാതൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല, അതനുസരിക്കേ പറ്റുള്ളൂ. അത് ആനിപാതാത് സ്മൃതി. ശരീരം വീഴുന്നത് വരെ ഒരു ഓർമ്മ, ഒരു നിഴല് പോലെ, വെള്ളത്തിൽ എഴുതിയതുപോലെ ആ ജീവൻ മുക്തൻ്റെ മനസ്സിലുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനെപ്പറ്റി ശങ്കരാചാര്യർ പറയുന്നുണ്ട്. പ്രാരബ്ധം ബലവത്തരം ഖലു വിദാം ഭോഗേന തസ്യ ക്ഷയഃ സമ്യജ്ഞാനഹുതാശനേന വിലയഃ പ്രാക് സഞ്ചിതാഗാമിനാം ബ്രഹ്മാത്മൈക്യമവേക്ഷ്യ തന്മയതയാ യേ സർവദാ സംസ്ഥിതാഃ
തേഷാം തത്ഹൃദയം നഹി ക്വചിദപി ബ്രഹ്മൈവ തേ നിർഗുണം. ഇത് വിവേക ചൂടാമണിയിൽ 453 ശ്ലോകമാണ്. ഇതെന്തിനാ ഇതൊക്കെ കൂട്ടിഘടിപ്പിച്ച് പറയണത് എന്ന് പറഞ്ഞാൽ, ഈ ഭാഗവതം പറഞ്ഞു പോകുന്ന പരമമായ സത്യമുണ്ടല്ലോ, ഈ സത്യം അങ്ങനെ ഭക്തിഗ്രന്ഥത്തിൽ ഒറ്റതിരിഞ്ഞു നിൽക്കുന്നതല്ല. അത് ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്ത് ശാസ്ത്രത്തിൻ്റെ? ആത്മജ്ഞാന ശാസ്ത്രത്തിൻ്റെ, ആത്മസാക്ഷാത്കാര ശാസ്ത്രത്തിൻ്റെ. ജീവൻ മുക്തി, വിദേഹമുക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി സംബന്ധിച്ച ഒരു ശാസ്ത്രമാണത്. ശങ്കരാചാര്യർ പറയുന്നതാ. അദ്ദേഹം അവസാനം എഴുതിയതാണ് വിവേക ചൂടാമണി. പ്രാരബ്ധം ബലവത്തരം ഖലു വിദാം ഭോഗേന തസ്യ ക്ഷയഃ. നമുക്കുള്ള കർമ്മബന്ധത്തെ 3ആയിട്ട് തിരിക്കാം. എങ്ങനെയാ 3ആയിട്ട് തിരിക്കുന്നത്? ആദ്യമായിട്ട് നാം അനുഭവിക്കുന്ന ഒരു ഭാഗം. എന്താ പറഞ്ഞത്? നാം അനുഭവിക്കുന്ന ഒരു ഭാഗം ഭാഗയാവുന്നുള്ളൂ. നാം ഇതുവരെ ചെയ്തു വച്ചിട്ടുള്ള കർമ്മങ്ങൾക്കുള്ള ഫലം എല്ലാം കൂടി ഒരു ജന്മത്തിൽ അനുഭവിക്കുക എന്നൊരു ചോദ്യം വരുന്നില്ല. നാം ഇതുവരെ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കുറേ അധികമുണ്ട്, ടൺ കണക്കിനുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രാരബ്ധമായിട്ട് അനുഭവിക്കുന്നത്. ഏത് ഭാഗ? ഉത്കടമായിരിക്കുന്ന പാപങ്ങൾ, അത്യുത്തമമായിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ. ഇവ രണ്ടിനെയും കൂട്ടിയെടുത്ത് നല്ല നല്ല പുണ്യം, ഒന്നാന്തരമായിട്ട് നല്ല മികച്ചു നിൽക്കുന്നത്, അതുമാതിരി ശക്തിമായി ചെയ്തിട്ടുള്ള പാപം, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് പാപവും പുണ്യവും തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം. അതിലൊരു ഭാഗം നമ്മൾ അനുഭവിക്കുകയാണ് പ്രാരബ്ധം. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം. അത് നല്ല പോലെ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ആക്സിലറേറ്ററൊക്കെ പ്രസ് ചെയ്തു, ഒരു 100-120 കിലോമീറ്ററിൽ പോവാണ്. എവിടെ? അമേരിക്കയിൽ. ഇവിടെ പറ്റില്ലല്ലോ, ബസ് അല്ലെങ്കിൽ കാറ്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ പെട്രോൾ സപ്ലൈ ഓഫ് ചെയ്തു നോക്കിയാൽ അപ്പോഴും ആ വണ്ടി ഓടും കുറേ ദൂരം. എത്ര ദൂരം ഓടും? 1-2-3 കിലോമീറ്ററൊക്കെ ഓടിയെന്ന് വരാം. അതുപോലെയുള്ളതാണ് ഈ പ്രാരബ്ധം. എനിക്കിപ്പോൾ ഇനി ജന്മമൊന്നും വേണ്ട, ഞാൻ ആത്മജ്ഞാനം തേടുന്നു, ആ ആത്മജ്ഞാന സിദ്ധി കിട്ടി എന്ന് പറഞ്ഞാലും ഈ അനുഭവിക്കാൻ തുടങ്ങിവെച്ച പ്രാരബ്ധ ഭാഗം ഇല്ലാതെയാവാൻ പോകുന്നില്ല എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ പ്രാരബ്ധം ബലവത്തരം ഖലുവിദാം ഭോഗേന തസ്യ ക്ഷയഃ. പ്രാരബ്ധം എന്ന് പറയുന്നത് ബലവത്തരം, ബലവത്ത് മാത്രമല്ല, ബലവത്തരം, നല്ല ശക്തിയുള്ളതാണ്. അറിവുള്ളവർക്ക് അത് അനുഭവിച്ചു വേണം ഒടുക്കാൻ. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഭോഗേന പുണ്യം കുശലേന പാപം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോക ശ്രീമദ് ഭാഗവതത്തിൽ. ഭോഗേന പുണ്യം. പ്രഹ്ലാദ, നീ ഒന്നും വേണ്ടാന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ അർഹിക്കുന്ന തരത്തിൽ അച്ഛന് വേണ്ട ശത്രുതയൊക്കെ പ്രദർശിപ്പിച്ച് അച്ഛനെ പ്രദർശിപ്പിക്കാനുള്ള അവസരവും കൊടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഏറ്റുമുട്ടി ഉന്തും ഇടിയും വെട്ടും തടയൊക്കെ ആയിട്ട് അവസാനം അദ്ദേഹം കൊന്നു, അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞാൽ അച്ഛനെ കൊല്ലേണ്ടതൊരാവശ്യമായിരുന്നു. തനിക്ക് അങ്ങനെ മരണം വേണമെന്ന് അച്ഛൻ്റെയും അഭിലാഷമായിരുന്നു. അത് നടന്നു. അതുകൊണ്ട് ഇപ്പോൾ കാര്യം എന്തായി? അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കണമല്ലോ ഒരാൾ. അതാരാ? നീ അല്ലാതെ ആരായിരിക്കുക? വേറെ ആരും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇല്ല എന്ന് പറയരുത്. എന്താ കാരണം? മനുഷ്യ ജീവിതം 2 വിധത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചു കൊടുക്കാനാണ്. ഒന്ന് പുണ്യാനുഭവം. അതെങ്ങനെയാ ഒടുങ്ങുക? ഭോഗം കൊണ്ടേ ഒടുങ്ങുള്ളൂ. ഭോഗേന പുണ്യം. നീ ചെയ്തിട്ടുള്ളതായ പുണ്യത്തിൻ്റെ ഫലം രാജകീയ പദവി അനുഭവിച്ചുകൊണ്ട് ഭുജിച്ച് അതങ്ങോട്ട് തീർക്കുക. ഇനി പാപമുണ്ടല്ലോ കൂടെ, ആ പാപത്തിനെ എങ്ങനെ തീർക്കും? കുശലേന പാപം. വലിയ പ്രയോഗങ്ങൾ അതൊക്കെ കേട്ടോ. നമ്മുടെ രാജ്യത്തിൽ വിപുലമായ രാജ്യമാണ്. പല ഗ്രാമപ്രദേശങ്ങളും അടുത്ത കാലത്തൊക്കെ അല്ലേ ടൗണൊക്കെ വന്നുള്ളൂ ബ്രിട്ടീഷുകാർക്ക് ശേഷം എന്ന് പറയാം. മറ്റത് മഹാനഗരം എന്നൊക്കെയാണ് പറയുക. രാജധാനി നിലനിൽക്കുന്ന നഗരത്തിനാണ് മഹാനഗരം എന്ന് പ്രധാനമായിട്ടും പറയുക, തലസ്ഥാനം. അപ്പോൾ രാജകീയ സുഖഭോഗങ്ങൾ. അപ്പോൾ ഈ പ്രജകൾ ധാരാളം ജീവിക്കുമ്പോൾ അവരെ ഭരിക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനും നിയമവിധേയത്വം പ്രജകളിൽ നിന്ന് ഉറപ്പുവരുത്താനുമായി കരുത്തുറ്റ ഒരു ഭരണം വേണം. ജനങ്ങളെ നിലനിർത്തണമെങ്കിൽ അവിടെ ഭരണം വേണം. ആ ഭരണം കരുത്തുറ്റതാകണം, ധർമ്മയുക്തവുമാവണം. അങ്ങനെ ഒരു ഭരണമില്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അച്ഛനാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ പോയി, അപ്പോൾ പ്രഹ്ലാദ അവിടെ പിന്നെ ആരായിരിക്കുക? ജനായത്വമൊന്നുമല്ലല്ലോ അന്ന്. മകൻ തന്നെ വേണം ഇരിക്കാൻ. അത് നീ ഇരിക്കരുത് എന്ന് പറയരുത്. അതാണ് ഞാൻ ഇതിൻ്റെ ശാസ്ത്രം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഭോഗേന പുണ്യം.
നീ വളരെയധികം പുണ്യഫലം ചെയ്ത് ജനിച്ച ഒരു കുട്ടിയാണ്. ആ പുണ്യഫലത്തിൻ്റെ അനുഭവം മുഴുവനും ഭോഗം കൊണ്ടാണ് തീർക്കുക. ഇനി പാപത്തിൻ്റെയോ കുശലേന പാപം. എന്താ ഈ കുശലം? പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാര. രാത്രി ശരിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഒരു രാജാവിന്. അർദ്ധരാത്രിക്കൊക്കെയാണ് ചാരന്മാർ വന്ന് പറയുക, അയ്യോ വലിയ അപകടം കേട്ടോ, അവിടെ ഒരു ഗൂഢാലോചന നടക്കുക, കിടപ്പ് മുറിയുന്ന എല്ലാം വിട്ടു പോകേണ്ടി വരും രാജാവിന് വേഷം മാറി വേണമെങ്കിൽ. ഇപ്പം ഇന്നത്തെ കാലത്ത് വേറെ ഒരു തരത്തിൽ. അപ്പോൾ പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമാണ്. അത് ഉറപ്പുവരുത്തുന്ന സമയത്ത് രാജാവിന് ഒരു തരത്തിലും ഒരു വിഷമവും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു കോട്ടയുടെ ഉള്ളിൽ, തലസ്ഥാനത്തിൻ്റെ ഉള്ളിൽ, രാജധാനിയുടെ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നത്. ഈ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ രാപ്പകൽ നോക്കാതെ അധ്വാനിക്കുക എന്ന അർത്ഥം. എന്തിനു വേണ്ടി? പ്രജാക്ഷേമത്തിനു വേണ്ടി. അത് വലിയ ഒരു ഭാര. അപ്പം ഞാൻ എപ്പോഴും പറയും, ദ ത്രോൺ ഈസ് നോട്ട് ആൻ അബോർഡ് ഓഫ് ലീഷർ, ഇറ്റ് ഈസ് എ സീറ്റ് ഓഫ് ഇമ്മെൻസ് ബേർഡൻ. സിംഹാസനം എന്ന് പറയുന്നത് സുഖഭോഗത്തിനുള്ള ഒരു ഇരിപ്പിടമല്ല. നേരെ മറിച്ചോ വളരെയധികം അധ്വാനിക്കാനും കഷ്ടപ്പെടാനും ആവലാതികളൊക്കെ കേട്ട് സഹിക്കാനും പരിഹരിക്കാനുമുള്ള വലിയ ഒരു ഭാരമാണ് സിംഹാസനം നമ്മളിൽ അവരോധിക്കുന്നത്. അപ്പോൾ കുശലേന പാപം ആ വാക്കാണ്. നിങ്ങൾക്ക് പലർക്കും അഭിപ്രായം ഉണ്ടാവും, ഞാനൊരു ഭക്തനാണ്, ആ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീഹരി എന്തിനാണ് എന്നെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ. അതെന്താ? അത് പാപവും പുണ്യവും സമമാവുമ്പോഴാണ് മനുഷ്യജന്മം. അപ്പോൾ ഇവിടെ എത്ര ഭാഗ്യവാനായിക്കോട്ടെ, അയാൾക്ക് കുറേ പാപം തൻ്റെ കയ്യിലുണ്ട്, അതും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പാപത്തിൻ്റെ ഫലം എന്നുള്ള നിലയ്ക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങളും ക്ലിഷ്ടതകളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. ആ അനുഭവം പൂർവ്വജന്മത്തിൽ ചെയ്ത പല വിധത്തിൽ ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങളിൽ ഒരു ഭാഗം പാപത്തിൻ്റെ ഫലമാണ്. ഇത് രണ്ടും നീ അനുഭവിക്കണം എന്നാണ് പറയണത്. ആര്? നരസിംഹമൂർത്തി പ്രഹ്ലാദനോട്. ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ. കളേവരം എന്ന് പറഞ്ഞാൽ കളേബരം എന്നും പറയും. അത് ശരീരം. ആ ശരീരം എങ്ങനെയാണ് ഉണ്ടായത്? സമയത്തിൻ്റെ പ്രയാണത്തിൽ ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ അമ്മ ഗർഭവതിയായി. ആ ഗർഭം മൂത്ത് ഒരു സമയത്ത് പ്രസവിച്ചു. ആ പ്രസവിച്ച ശിശുവിനെ മുലപ്പാലും ഭക്ഷണവുമായി കൊടുത്തു കൊണ്ടുവന്നു അമ്മ. ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ അതിന് ഭക്ഷണമല്ലേ കൊടുക്കും. അത് വളർന്നു വന്നു, പ്രായം മൂപ്പ് വന്നു, പ്രായം നിന്നു, അത് കഴിഞ്ഞു, പിന്നെ കുറേശ്ശെ ക്ഷയം തുടങ്ങി, വയസ്സായി, അങ്ങോട്ട് ശരീരം വീണു. ഇത് ലോകത്തിലുള്ള ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് കാലത്തിൻ്റെ പരിണാമമാണ്. ആ കാലപരിണാമത്തെ കാലത്തിൻ്റെ പോക്കിനെ സഹിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അതും ഒടുക്കുക, അവസാനിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെയുള്ള വീക്ഷണം ഇതുപോലെയാവണം. ഇത് തന്നെ. അയ്യോ എനിക്കെന്താ എങ്ങനെ വന്നു? ലോകത്തിലെല്ലാവർക്കും ഉള്ളത് തന്നെ നിങ്ങൾക്കും ഉള്ളൂ. അതിനൊരു പുതിയ വരവൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പുതിയ പോക്കുമില്ല. സാമാന്യ നിയമമാണിത്. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. പ്രഹ്ലാദനോട് ശ്രീഹരി പറയുന്നതാ നരസിംഹമായി വന്ന്. ഭോഗേന പുണ്യം കുശലേന പാപം കളേബരം കാലജവേന ഹിത്വാ. അപ്പോൾ സുഖഭോഗങ്ങൾ അനുഭവിക്കുക വഴി പുണ്യം അവസാനിപ്പിക്കുക, പ്രജാക്ഷേമം പരിപാലിക്കുന്ന അതിഭാരം ഏറ്റ സഹിച്ച് അത് ഉറപ്പുവരുത്തുന്നത് മൂലം പാപവും അവസാനിപ്പിച്ച് ഈ ശരീരമുണ്ടല്ലോ അത് കാലം പോകുന്ന പോക്കിന് സാക്ഷിയായി അത് സഹിച്ചുകൊണ്ടിരുന്ന് ആ കാലത്തിൻ്റെ പോക്കിൽ ശരീരത്തിനെയും വിട്ട് കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം, ദേവലോകത്ത് പോലും കീർത്തിക്കുമാറുള്ള കീർത്തി സമ്പാദിച്ച് ഞാനിങ്ങനെ വന്നു, പ്രഹ്ലാദ നിനക്ക് വേണ്ടി നരസിംഹമൂർത്തിയായി കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും ഹിരണ്യകശിപുവിന് വേണ്ടത്ര ആ യുദ്ധക്കളം, ആ പടപൊരുതുന്ന ആ സന്തോഷം കൊടുത്തു. ഞാനും മേടിച്ചു, അച്ഛനും കൊടുത്തു. അവസാനം ഞാൻ കൊന്നു. ഇതൊക്കെ ശരിയാ. ഇങ്ങനെ കീഴ്ക്കട ഉണ്ടായിട്ടില്ല. എനിക്ക് പല വിധത്തിലുള്ളതായ പരിഹാരങ്ങളും നിർവഹിക്കാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ നരഹരി എന്ന് പറയുന്ന ഒരു ഉഗ്രമൂർത്തിയായിട്ട് ഞാൻ ഇതേവരെ അവതരിച്ചിട്ടില്ല. അതുമാത്രമല്ല, അച്ഛൻ പെട്ടെന്ന് കീഴടങ്ങുന്ന ആളാണോ? അല്ല. അയ്യോ, ചാടിയും പൊന്തിയും വളഞ്ഞും തിരിഞ്ഞും 1000 ചന്ദ്രന്മാർ വരുന്ന മാതിരിയാണ് വന്നുകൊണ്ടിരുന്നത്. തടുക്കാൻ എനിക്ക് തന്നെ വിഷമായി പോയി. ഒരിക്കൽ പിടിച്ചു, കക്ഷത്ത് പിടിച്ച് ഒതുക്കിയപ്പോൾ കൊതറി അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ശക്തിയുള്ള ഒരാളാണ്.
ഇതൊക്കെ കഴിഞ്ഞ് നേരിട്ട് ഞാൻ അവസാനം കൊന്നു എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അച്ഛന് വേണ്ടിയിട്ടല്ല, മകന് വേണ്ടിയിട്ടാ. വാളൂര് മകനെ കൊല്ലാനാണല്ലോ പുറപ്പെട്ടത്. ആ കൊല്ലാൻ അര സെക്കൻഡ് സമയമേ ആ അര സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ ആളുടെ പോക്ക് മറ്റൊരു വിധത്തിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കിടകടാന്നൊരു ശബ്ദത്തോടു കൂടി ഞാൻ അവിടെ പുറത്തു വന്നത്. ഇതൊരു വലിയ അവതാര സംഭവമാണ്. ഇതെപ്പോഴും ജനങ്ങൾ കീർത്തിക്കും. അയ്യോ, പ്രഹ്ലാദൻ ആ പിഞ്ചോമന കുട്ടിക്ക് വേണ്ടി നരഹരിയായി അവതരിക്കേണ്ടി വന്നു മഹാവിഷ്ണുവിന്, ശ്രീഹരിക്ക്. ആ പ്രഹ്ലാദനെ ഇങ്ങനെ അനുഗ്രഹിച്ചു. പ്രഹ്ലാദനോട് വരം ചോദിച്ചപ്പോൾ ആ കൊച്ചുകുട്ടി പറയുന്നു, എനിക്കൊരൊറ്റ വരവും വേണ്ട, അങ്ങ് ചോദിച്ചത് തന്നെ തെറ്റായിപ്പോയി. അങ്ങ് യജമാനനും ഞാൻ ഭൃത്യനും പരസ്പരം പ്രത്യേകം പ്രീതിപ്പിക്കാൻ വേണ്ടി ജനിച്ചവരല്ല എന്നൊക്കെ സംസാരിച്ചതുണ്ടല്ലോ. ഇത് ലോകം മുഴുവനും കീർത്തിക്കും. എന്നിട്ട് ഞാൻ എന്തു വേണം വരം എന്ന് ചോദിച്ചപ്പോൾ കാമാനാം ഹൃദ്യസംരോഹം എന്നല്ലേ പറഞ്ഞത്. എൻ്റെ ഹൃദയത്തിൽ ഒരു വിധത്തിലും ആഗ്രഹം പൊട്ടിമുളയ്ക്കരുത് എന്നല്ലേ പറഞ്ഞത്. ഇത് ഏത് ഭക്തനാ പറയുക? അപ്പം നിന്റെ കീർത്തി സുരലോകത്ത് പോലും പാടണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അത്രയും ആയതിനു ശേഷം എല്ലാം വിട്ട് എൻ്റെ അടുക്കലേക്ക് വരൂ. എന്താ ഞാനിത് പറയാൻ കാരണം? ഭോഗേന തസ്യ ക്ഷയഃ. പ്രാരബ്ധം എന്ന് പറയുന്നത് ശക്തിമത്തായിട്ടുള്ള ഒരു സ്വാധീനമാണ്. അതിനെ അനുഭവിച്ചേ തീർക്കാൻ പറ്റുള്ളൂ അറിവുള്ളവർക്ക് പോലും. സമ്യജ്ഞാനഹുതാശനേന വിലയഃ പ്രാക് സഞ്ചിതാഗാമിനാം. സമ്യജ്ഞാനം എന്നൊരു പ്രത്യേക വാക്കാണത്. എന്താ അത്? അറിവ്, ആത്മജ്ഞാനം. അത് സാധാരണ അളവിൽ പോരാ, സമ്യക്കായിരിക്കണം, പൂർണ്ണമായിരിക്കണം. അതിന് ഒരു വിധത്തിലും ഒരു തരത്തിലും ഒരു തുളയോ ഒരു മറവോ ഒന്നും ഏൽക്കാൻ പാടില്ല. അങ്ങനെ നല്ല മൂത്ത് പഴുത്ത് സമഗ്രമായി സാർവത്രികമായി എല്ലാ സമയത്തും ഒരുപോലെ തെളിഞ്ഞ് പ്രകാശിക്കുന്നതാണ് സമ്യജ്ഞാനം. അതൊരു അഗ്നിയെപ്പോലെ അങ്ങോട്ട് ജ്വലിച്ച് പ്രാക് സഞ്ചിതാഗാമിനാം വിലയഃ. സഞ്ചിതം സമ്പാദിച്ചു വെച്ച ഒരു വലിയ റിസർവായർ ഉണ്ട്. അതും ആഗാമിനാൻ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ മോക്ഷം കിട്ടിയില്ല നമുക്ക് ഈ ജന്മത്തിൽ എന്നിരിക്കട്ടെ, അപ്പം അനവധി ജന്മങ്ങൾ ഇനിയും ഉണ്ടായി എന്ന് വരാം. ആ ജന്മങ്ങളിലൊക്കെ നമ്മൾ കർമ്മം ചെയ്യും. അതിൻ്റെ ഫലങ്ങളൊക്കെ ഈ സഞ്ചിതത്തോടു കൂടി ചേരും. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ സഞ്ചിതം ഇപ്പുറത്തും ആഗാമി വരാൻ പോകുന്നത് മറുഭാഗത്തുമാണ്. അത് രണ്ടും ലയിച്ചു പോകും അത്രേ. പ്രാരബ്ധം ലയിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യർ പറയുന്നത് അത് ശരിയല്ല. പ്രാരബ്ധവും ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ ബ്രഹ്മാത്മൈക്യമവേക്ഷ്യ തന്മയതയാ യേ സർവദാ സംസ്ഥിതാഃ. എന്താ ഈ ബ്രഹ്മം? അതൊരു അനുഭവമാണ്, ഉപലബ്ധിയാണ്. അപ്പം കണ്ണടച്ച് ഉള്ളിൽ ഒതുങ്ങിയിരുന്നോ? അല്ല. കണ്ണ് തുറന്നിരിക്കുമ്പോൾ സർവത്ര ബ്രഹ്മദർശനം എന്നുള്ളത് പിന്തുടർന്നോ? എങ്ങനെ ആയാലും കൊള്ളാം. ബ്രഹ്മാത്മൈക്യമവേക്ഷ്യ, ബ്രഹ്മത്തോടു കൂടിയിട്ടുള്ള ആ ഐക്യം അത് സമ്പാദിച്ച് തന്മയതയാ, അതിൽ തന്മയത്വം വന്ന് താദാത്മ്യം വന്ന് അതോടുകൂടി ഇരിക്കുന്നവരുണ്ടല്ലോ. ഏ സർവദാ സംസ്ഥിതാ, എല്ലാ കാലത്തും ഒരുപോലെ. എങ്ങനെ? നിമേഷാർദ്ധം ന തിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയീം വിനാ യഥാ തിഷ്ഠന്തി ബ്രഹ്മാദ്യാഃ സനകാദ്യാഃ ശുകാദയഃ. അപരോക്ഷാനുഭൂതിയിൽ നിന്ന് ചില ഭാഗങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതിനു മുൻപ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചതാണത്. ഓർക്കുന്നുണ്ടാവോ? ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്, അധികം പഠിച്ചിട്ടൊന്നുമില്ല, പാവം 3 or 4 ക്ലാസ് പഠിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്ന് പറയുക, സ്വാമിജി ഇന്ന് അപരോക്ഷാനുഭൂതിയിൽ നിന്ന് ചില ശ്ലോകങ്ങൾ എടുത്ത് പറഞ്ഞല്ലോ, അതാണ് എനിക്ക് വലിയ ഇഷ്ടമായത്. ഈ പുസ്തകം എവിടെയാണ് കിട്ടുക? എനിക്കൊന്ന് വായിക്കണം എന്നായി. പറഞ്ഞു തരാമെന്നും പറഞ്ഞു ഞാൻ. നോക്കൂ, 3-4 ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയാണ് പറയണത് അപരോക്ഷാനുഭൂതി സ്വാമിജി പറഞ്ഞില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമ. നിങ്ങളും ഉണ്ടല്ലോ BA, MA, PhD ഒക്കെ പാസ്സായിട്ടുള്ളവർ, അധ്യാപകന്മാരും. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വലുതും തോന്നുന്നുണ്ടോ? ഭൂരിപക്ഷം ശ്രോതാക്കളിൽ തോന്നില്ല. സ്വാമിജി പറഞ്ഞു, നന്നായിരുന്നു, പ്രഭാഷണം നന്ന. ആരും തത്വപ്രവചനം എന്ന് പറയില്ല. എനിക്ക് നിങ്ങളെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പ്രഭാഷണക്കാരാ. ഞാനിത് വെറും പ്രഭാഷണമാവണം എന്ന് വിചാരിക്കുന്നില്ല. ഇതൊരു തത്വപ്രവചനമാവണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ എപ്പോഴും തത്വപ്രവചനം എന്ന് പറയാറുണ്ട്. ഒരൊറ്റ ആളും അത് ഏറ്റു പറയാനില്ല. പിന്നെ എന്ത് ശ്രവണമാണ് നിങ്ങളുടെ? ഞാൻ ആലോചിക്കുക. വലിയ ശ്രോതാക്കളാണത്രേ. സ്വാമിജിയുടെ പ്രഭാഷണം നന്നായിരിക്കുന്നു. ഒരൊറ്റ ആളെ സ്വാമിജിയുടെ തത്വപ്രവചനം എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ എന്ത് ശ്രോതാക്കളാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
വേറെ വല്ല പ്രഭാഷണവും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എൻ്റെ തത്വപ്രവചനം കേൾക്കുന്നതായിട്ട് ഈ പറയുന്നതിൽ നിന്ന് ഒരു പ്രതിഫലനം ഞാൻ കാണുന്നില്ല. ഞാനിത് പറയുമ്പോൾ വിമർശനമാണെന്ന് തോന്നുമല്ലേ? വിമർശനമല്ല, വിവേകം ഉദ്ദീപിപ്പിക്കാനുള്ളതാണ്. തത്വപ്രവചനമായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു ആചാര്യൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ച് മറുപടി എഴുതുമ്പോഴായാലും പറയുമ്പോഴായാലും വേണം എന്നുള്ളൊരു വിചാരം വേണ്ടേ? അതില്ല. അവനവൻ്റെ യോഗ്യത കാണിക്കാനും അവനവൻ്റെ സ്വഭാവം വെളിപ്പെടുത്താനുമായിട്ടുള്ള എഴുത്തുകളാണ് കുറെ കൂടുതലൂടെ. തന്മയതയാ ഏ സർവദാ സംസ്ഥിതാ, എല്ലായ്പ്പോഴും ആ തന്മയത്വത്തോടുകൂടി ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി തന്നെ ആയിത്തീരുന്നു. ടു നോ ഗോഡ് ഈസ് ടു ബിക്കം ഗോഡ് എന്ന് ബൈബിളിക്കൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലും പറയും. ടു നോ ഗോഡ്, ഈശ്വരനെ അറിയുന്നത്, ഈസ് ടു ബിക്കം ഗോഡ്, ഭഗവാൻ ആയിത്തീരുന്നതിനാണ്. അപ്പൊ തന്മയത്വത്തോടു കൂടി ആരാണോ എപ്പോഴും നിലകൊള്ളുന്നത്, ഏതുപോലെ നിമേഷാർദ്ധം ന തിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയീം വിന യഥാ തിഷ്ഠന്തി ബ്രഹ്മാദ്യാഃ സനകാദ്യാഃ ശുകാദയഃ. അരനിമിഷം പോലും ബ്രഹ്മവൃത്തിയില്ലാതെ ഇരിക്കില്ലത്രേ സാധന നിർമുക്തന്മാര്. ഏതുപോലെ യഥാ തിഷ്ഠന്തി ബ്രഹ്മാദ്യാഃ, ബ്രഹ്മാവ് മുതൽക്ക് സനകാദ്യാഃ, സനകൻ സനന്ദൻ സനസുജാതനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ശുകാദയഃ, പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശുകമഹർഷിയെ പോലെയത്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ ഈശ്വരാന്വേഷണം, ഈശ്വര ദർശനം, ഉപലബ്ധി, സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സമാധിയിൽ കുറച്ചൊന്ന് അനുഭവിക്കുക, ഒരു നക്കുന്ന മാതിരി, ഉപ്പിലിട്ടത് നക്കുന്ന പോലെ, അല്ലെങ്കിൽ പഞ്ചാമൃതം നക്കുന്ന പോലെ അല്ല. അതിലങ്ങോട്ട് ലയിച്ചിരിക്കാൻ നമുക്ക് സാധിക്കും. ഇതുപോലെയാണ് അത്. ഏ സർവദാ സംസ്ഥിതാഃ തേഷാം തത്ഹൃദയം. തത്ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാരബ്ധം ഒഴിച്ചില്ല, സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി എന്ന് പറയുന്ന മൂന്നും. തേഷാം തത്ഹൃദയം നഹി ക്വചിദപി, സ്വല്പമെങ്കിലും ഒരിക്കലും അവർക്കുണ്ടാവില്ല ഈ മൂന്നും. ബ്രഹ്മൈവതേ നിർഗുണം. കാരണം എന്താ? അവർ നിർഗുണ ബ്രഹ്മമായി തീർന്നിരിക്കുക അവരുടെ മനസ്സ്. അതാണിതിൽ. അതാ ഇപ്പോൾ ഇവിടെ പറയണത്. എന്താ പറഞ്ഞത്? ത്യക്തം ഭ്രമായന ഭവേത് സ്മൃതിരാനിപാദാത് സന്ദൃശ്യതേ ക്വച യദീദം അവസ്തു ബുദ്ധ്യാ ത്യക്തം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ശരീരം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കേണ്ടി വരും, ഒന്ന് നടന്നു എന്ന് വരും, മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയി എന്ന് വരും. ഇതൊക്കെ ഒരു ജ്ഞാനിയിലോ ഒരു ജീവൻ മുക്തനോ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, ഉണ്ടാവും. പക്ഷേ അവാസ്തവം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ ഓർമ്മ വെള്ളത്തിൽ എഴുതിയതുപോലെ ഉണ്ടാവുകയുള്ളൂ. ആനിപാതാത്, ശരീരം വീഴുന്നത് വരെ അതൊരു ഓർമ്മയായിട്ടേ പരിഗണിക്കാനുള്ളൂ, അല്ലാണ്ട് സ്ഥൂലമായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് പരിഗണിക്കേണ്ടതാണ്. തൃപ്തിയായില്ല, ഹരയന്നത്തിന് തൃപ്തിയായില്ല, മഹാവിഷ്ണുവിന് തൃപ്തിയായില്ല. നല്ലൊരവസരം. എന്ത്? ബ്രഹ്മാവും സനകാദികളും കൂടി ഒത്തുകൂടിയിരിക്കുക. സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചിരിക്കുകയാണ്, എങ്ങനെയാ ഈ ഇന്ദ്രിയങ്ങൾക്കുള്ള ആകർഷണം എന്തിനോട്? ലോകവസ്തുക്കളോട്. ആ ലോകവസ്തുക്കൾ ഇന്ദ്രിയങ്ങൾ മൂലം ഉള്ളിൽ പതിക്കുന്ന പതിപ്പ്, ഇത് രണ്ടും വേറെടുത്താൻ പറ്റില്ല. എങ്ങനെയാന്നുള്ളൊരു ചോദ്യം സാധാരണ ആരും ചോദിക്കാറില്ല. അവർക്ക് പണം സമ്പാദിക്കാനുള്ള വഴി എന്താ? നല്ല വാചാലത വളർത്തി പറയുന്നവരോടും സംസാരിക്കുന്നവരോടും ഒക്കെ അവരെ സ്വാധീനിക്കാനുള്ള വഴി എന്താ? ഇങ്ങനെയുള്ള പുസ്തകങ്ങൾക്ക് അവിടെ ചെലവ്, അല്ലാണ്ട് ശാസ്ത്രങ്ങൾക്ക് ചെലവില്ല. ഇത് മുഴുവനും വിട്ടൊഴിഞ്ഞ് ഉള്ളിൽ പൂഴ്ന്ന സന്തോഷം നുകർന്നെടുക്കാനായി അത് നുണയാൻ വേണ്ടി എന്തു വേണം എന്നൊരു ചോദ്യം ആരുമില്ല. ആ ശാസ്ത്രത്തിന് അത്രയൊന്നും വിലയുമില്ല. അങ്ങനെയാണല്ലോ ഇവിടെ കാണുന്നത്. അങ്ങനെയല്ലേ? അപ്പം ഇതൊരു അവസരം കിട്ടിയപ്പോൾ അരയന്നം മഹാവിഷ്ണു വിടുന്നില്ല, അങ്ങേ അറ്റം പറഞ്ഞു ഒപ്പിക്കണം. അതാണ് ഇതിന് മുക്തിസ്കന്ധം എന്ന് പേര്. കേട്ടുവോ നിങ്ങൾ? മുക്തിസ്കന്ധം. ഭക്തിസ്കന്ധമല്ലാതെ ഭുക്തിസ്കന്ധമല്ല, ഇത് മുക്തിസ്കന്ധമാണ്. ആ മുക്തിയെ പറ്റി പറയുകയാണ്. ദേഹം ജനശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതോദ്ഭ്യഗമത് സ്വരൂപം ദൈവാദ് അപേതം അഥ ഉത ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മധിരാമധാന്ധ. ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്ന് സൂചിപ്പിച്ചു. ഈ ശ്ലോകത്തിനൊക്കെ എങ്ങനെയാണ് ഞാൻ അർത്ഥം പറഞ്ഞ് നിങ്ങളോട് ഇത് കേൾക്കാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളിൽ ഇത് പ്രതിഫലിപ്പിക്കുക എന്നിങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു. ഇപ്പോഴും ഉണ്ട് ആലോചന. ഇപ്പം ആലോചിക്കാനുള്ള സമയമില്ല, ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ദേഹം ജനശ്വരമവസ്ഥിതമുത്ഥിതം വാ
ശ്രീമദ് ഭാഗവതമാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ഭാഗവതം എവിടെയാ സംസാരം? സനകാദികൾ. ബ്രഹ്മാവ്. ആരാ ഈ ബ്രഹ്മാവ്? ലോകത്തിന് മുഴുവൻ നമ്മെ അടക്കം സൃഷ്ടിക്കുന്ന ആള്. ആ ബ്രഹ്മാവിനോട് സ്വന്തം മക്കൾ മാനസപുത്രന്മാർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കർമ്മലഗ്നനായിരുന്നു. അദ്ദേഹം എപ്പോഴും സൃഷ്ടിക്കണമല്ലോ പാവം. അപ്പം മനസ്സുകൊണ്ട് ഇത് ആലോചിച്ച് മറുപടി കിട്ടിയില്ല. അപ്പം മഹാവിഷ്ണുവിനെ ഓർത്തതാ. ഓർത്തപ്പോൾ അരയന്നമായി അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അരയന്നം ശുഭ്ര നിറമാണ്, ഒരു പക്ഷിയാണ് വന്നിരിക്കുന്നത്. ആ പക്ഷി അപ്പം എല്ലാവർക്കും ഒരു കൗതുകം തോന്നി. ആ പക്ഷിയുടെ രൂപത്തിലാണ് സംസാരിക്കുന്നത്. ദേഹം ച നശ്വരം അവസ്ഥിതം ഉത്ഥിതം വാ. നശ്വരം ദേഹം അവസ്ഥിതം ഉത്ഥിതം വാ സിദ്ധ ന പശ്യതി. ശരിയായിട്ടുള്ള ഒരു സിദ്ധൻ. എന്താ ഈ സിദ്ധശബ്ദത്തിന് അർത്ഥം? സാധ്യം. പ്രയത്നം ചെയ്ത് സമ്പാദിക്കേണ്ട വസ്തുവിനോ ലക്ഷ്യത്തിനോ ആണ് സാധ്യം എന്ന് പറയുക. ആ സാധ്യം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തെയാണ് സാധന എന്ന് പറയുന്നത്. അങ്ങനെ സാധന ചെയ്യുന്നവനാണ് സാധകൻ അല്ലെങ്കിൽ സാധിക. അങ്ങനെ സാധന ചെയ്ത് സാധ്യം കയ്യിൽ കിട്ടിയാലോ അത് സിദ്ധിയായി. സിദ്ധി കൈവന്നവനോ സിദ്ധനായി. ഈ വാക്കുകളൊക്കെ ഓർമ്മ വയ്ക്കണം. സാധ്യം, സാധന, സാധകൻ, സാധിക, സിദ്ധി, സിദ്ധൻ അല്ലെങ്കിൽ സിദ്ധ. ഇതൊക്കെ ഒപ്പം പോണതാ. ദേഹം ജനശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി. ആര്? സിദ്ധൻ. ന പശ്യതി, കാണുന്നില്ല. എന്ത് കാണുന്നില്ല? നശ്വരം ദേഹം അവസ്ഥിതം ഉത്ഥിതം വാ. ഈ നശ്വരമായിരിക്കുന്ന ഈ ദേഹം എഴുന്നേൽക്കുന്നുവോ അതോ ഇരിക്കുന്നുവോ? അത് കിടക്കുന്നുവോ അതോ നടക്കുന്നുവോ? ഈ വ്യത്യാസം അദ്ദേഹം അറിയുന്നില്ല അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവധൂതൻ്റെ ചരിത്രം 5-ാം സ്കന്ധത്തിൽ ഋഷഭചക്രവർത്തിയെക്കുറിച്ച് പറയുണ്ടായി. പലർക്കും തോന്നിക്കാണും ഈ അവധൂത വൃത്തിയൊക്കെ നമുക്ക് സംഭാവ്യമല്ലല്ലോ എന്ന്. നിങ്ങൾക്ക് സംഭാവ്യമാകണ്ട, നിങ്ങളൊന്നും അവധൂതന്മാരാവണ്ട. പക്ഷേ മനസ്സിലാക്കിക്കോളൂ, അവധൂതചര്യ എന്നൊരു ചര്യ ഉണ്ടെന്ന്. അത് മൃഗങ്ങൾക്കും സിംഹത്തിനൊന്നുമല്ല, 2 കാലുള്ള മനുഷ്യനാ. എല്ലാവരും ഈ ലോകത്തിൻ്റെ പുറകെ ഭ്രമിച്ചിങ്ങനെ ഓടിപ്പായുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു അവധൂതനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഓട്ടം ഒന്ന് നിലയ്ക്കാനാ, ഒന്ന് നിർത്താനാ. ഈ ലോകത്തിൻ്റെ പിന്നാലെ ഓടിയവരൊക്കെ ലോകത്തിനെ കൈക്കലാക്കിയോ അതോ ലോകം അവരെ കൈക്കലാക്കിയോ? ഭോഗാന ഭുക്താഹ വയമേവ ഭുക്താഹ. ഭർതൃഹരി പറയാ, നാം അനുഭവിച്ച് ഭോഗങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. മറിച്ചോ നമ്മെ അനുഭവിച്ച് ഭോഗങ്ങൾ ബാക്കി നിൽക്കണു. നമ്മളെ യവനികയുടെ ഉള്ളിലേക്ക് അയച്ചു. എല്ലാവരും 6 അടി മണ്ണ്. എവിടെ? ശ്മശാനത്തിൽ, ശവപ്പറമ്പിൽ. സർവ്വ ആൾക്കാരും 6 അടി മണ്ണിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണമല്ലോ, വേണ്ടേ? അത് മനസ്സിലാക്കുന്ന ഒരുത്തനോ അവൻ അന്തർമുഖനായി, അന്തർജ്യോതിയായി, ആത്മസുഖനായി, ആത്മരതിയായി, ആത്മതൃപ്തനായി, ആത്മതുഷ്ടനായി കഴിയുന്നു. ആ കഴിയുന്നതിൻ്റെ ഒരു വശമാണ് അവധൂതചര്യ. നിങ്ങളല്ലാതെ ആരാ അത് കേൾക്കുക? നിങ്ങൾ തന്നെയാണ് കേൾക്കേണ്ടത്. കേട്ടിട്ടോ ഈ ആർത്തി ഉണ്ടല്ലോ, ഈ ലോകത്തോടുള്ള ആർത്തി, പിടിച്ചുവലി, അതിനെ ഒന്ന് കടിഞ്ഞാനിട്ട് പിടിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കൂ. എവിടെ ആർത്തി ഉണ്ടോ അവിടെ തൊലഞ്ഞു, ഒക്കെ പോയി മറിഞ്ഞു. ആർത്തി ഇല്ലാതെ ജീവിച്ചാലോ ജീവിതം സുഭഗമായി. മരിക്കുന്നതിന് മുൻപെങ്കിലും നാം ആത്മതൃപ്തരായിത്തീരണം, ആപ്തകാമന്മാരായിരിക്കണം. അല്ലാതെ ഈ ആശയം വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നില്ലല്ലോ. ദുര്യോധനൻ എങ്ങനെയാ മരിച്ചത്? സന്തോഷമായിട്ട് മരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരെ മറിച്ച് പാണ്ഡവന്മാരോ മഹാഭാരത യുദ്ധം ജയിച്ചു, 10-25 കൊല്ലം അവർ രാജ്യം ഭരിച്ചു. രാജ്യം ഭരിച്ചതിന് ശേഷം ഞങ്ങൾ യുദ്ധം ചെയ്ത് രാജ്യം തിരിച്ചു കിട്ടി സുഖമായിട്ട് സിംഹാസനത്തിൽ നിന്ന് അനുഭവിക്കാനല്ല, ഞങ്ങളിതാ വിട്ടുപോണു. അധർമ്മത്തെ നേരിട്ടു, അതിനെ പിടിച്ചമർത്തി. വരുന്ന പ്രജകൾക്ക് ഒരു സമാധാനാന്തരീക്ഷം വേണം എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് നിർവഹിച്ചു. ഞങ്ങളല്ലാതെ ആരാ നിർവഹിക്കുക? ക്ഷത്രിയന്മാർ വേണം. എടവും വലവും നോക്കാതെ പടക്കളത്തിൽ ചെന്ന് തൻ്റെ ശരീരത്തെ എപ്പോൾ വേണമെങ്കിൽ വിടാൻ തയ്യാറായിട്ടുള്ളൊരു കൂട്ടരാരാ? ക്ഷത്രിയരാ. കച്ചവടപ്രിയന്മാർ പടക്കളത്ത് ചെല്ലുമോ? ബ്രാഹ്മണർ ചെല്ലുമോ? ബാക്കി കൂലിവേലയ്ക്ക് നടക്കുന്നവർ പടക്കളത്ത് ചെല്ലാൻ തയ്യാറാവുമോ? അതിനൊരു മനസ്ഥിതി പ്രത്യേകം തന്നെ വേണം. എവിടെ അധർമ്മമുണ്ടോ, അക്രമമുണ്ടോ, അതിനെ ശരീരബലം ഉപയോഗിച്ച് ചെറുക്കും, തടുക്കും, നിർത്തും, അടക്കും, പ്രജകൾക്ക് നന്മ വരുത്തും എന്ന് പറഞ്ഞ് നല്ല സാഹസികത വേണം. ആ ക്ഷത്രിയ സ്ത്രീകൾക്കും തങ്ങളുടെ ഭർത്താക്കന്മാർ
അത് ചെയ്തോട്ടെ എന്നുള്ള ഒരു അനുകൂല ഭാവം അവർക്കും വേണം. അത് പ്രകൃതി തന്നെ രചിച്ച് തന്നാലേ പറ്റുള്ളൂ. യുദ്ധത്തിന് പോകുമ്പോഴേ നിങ്ങൾ പോകരുത്, പോയി കഴിഞ്ഞാൽ ഞാൻ വിധവയാവും എന്ന് പറഞ്ഞ് തടുത്തു നിർത്താൻ പറ്റുമോ? ധൈര്യമായിട്ട് പുറത്ത് തട്ടി പറഞ്ഞയക്കണം ഭാര്യമാർ. അപ്പോൾ അതൊരു പ്രത്യേക സ്പിരിറ്റാണ്, ഷിവൽറി എന്ന് പറയുന്ന സ്പിരിറ്റ്. അത് നല്ല പോലെ വേണം. അതില്ലാതെ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അപ്പം അവധൂതൻ്റെ വൃത്തി എന്നൊന്ന് പറഞ്ഞു. ഇവിടെ വേറെ ഒരു തരത്തിൽ പറയാ, ദേഹം ജനശ്വരമവസ്ഥിതമുദ്ധിതം വാ സിദ്ധോ ന പശ്യതി യതോധ്യഗമത് സ്വരൂപം. അധ്യഗമത് സ്വരൂപം, തൻ്റെ സ്വരൂപം നല്ല പോലെ മനസ്സിലായി. ഞാൻ ഈ നശ്വരമായിരിക്കുന്ന ദേഹമല്ല, അനശ്വരമായിരിക്കുന്ന ആത്മാവാണ്. ഈ ദേഹം ക്ഷണികമാണ്. എത്ര കാലം നിൽക്കും? 60, 70, 80 വർഷം നിൽക്കും. എന്നാലോ അനന്തമായിരിക്കുന്ന കാലത്തിൽ അതിനേക്കാൾ അനന്തമായി നിൽക്കുന്നതാണ് എന്ത്? ആത്മാ. അനശ്വരമായിരിക്കുന്ന ആ സത്യത്തിൽ നിന്നാണല്ലോ കാലം, ദേശം, വസ്തു ഇതൊക്കെ പുറപ്പെട്ടത്. അപ്പം കാലാതീതമായിരിക്കുന്ന ഒരു ആത്മാവാണ് ഞാൻ. ആ ആത്മാവിൻ്റെ അനന്തത, അനന്തകാലത്വം ഓർത്തു നോക്കുമ്പോൾ ഈ ദേഹം ഒരു പൊട്ടും ഒരു പൊടിയും കൂടിയില്ല. ഒരു മൊട്ടുസൂചിയുടെ അഗ്രഭാഗം കൊണ്ടൊരു കുത്തുകുത്തിയാൽ അവിടെ കിട്ടുന്ന മാർക്കോ തുളയോ ഉണ്ടല്ലോ, ആ തുളയുടെ ഒരു 1000 കോടിയിലൊരംശം വരില്ല ഈ ദേഹം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെയൊക്കെ വിചാരം 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അടക്കി ഭരിച്ചു എന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങളുടെ മുത്തച്ഛൻ്റെ അച്ഛനെ പറ്റി നിങ്ങൾക്കറിയോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ലേ? നിങ്ങളുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ വേണം, അവർ ഉണ്ടാകണമെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ വേണം, അവർക്കോ അവരുടെ മാതാപിതാക്കൾ വേണം. അപ്പം മുത്തച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളറിയോ? അറിയില്ല. അതുമാതിരി നിങ്ങളുടെ പേരക്കിടാവിൻ്റെ കുട്ടി അറിയുന്ന നിങ്ങളുടെ വിചാരം. 5-6 പടമൊക്കെ എടുത്തു വെച്ചോളൂ, അതൊന്നും നിൽക്കില്ല അവിടെ. നിങ്ങൾ കെട്ടി വീട് വരെ അവർ പൊളിച്ചു പണി. പൊളിച്ചില്ലെങ്കിൽ അവർക്ക് തൃപ്തിയില്ല അവർക്ക്. അച്ഛൻ കെട്ടിയ വീട് പൊളിക്കണം, മുത്തച്ഛൻ കെട്ടിയത് മുമ്പ് പൊളിക്കണം. ഇതൊക്കെയാണ് അവരുടെ ഏർപ്പാട്. ഒക്കെ പുതുശാണല്ലോ, ഇപ്പോൾ ഒക്കെ പുതുമയാണ്. അപ്പോൾ ദേഹം ച നശ്വരമവസ്ഥിതമുദ്ധിതം വാ, ഈ നശ്വരമായ ദേഹത്തെ നശ്വരമായി തന്നെ കണ്ട് അനശ്വരമായിരിക്കുന്ന ആത്മാവിനെ അധ്യഗമത് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? ഭക്തി കൊണ്ട്, ശ്രദ്ധ കൊണ്ട്, വിവേകം കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, ധ്യാനം കൊണ്ട്, സമാധി കൊണ്ട് മനസ്സിലാക്കി. അധ്യഗമസ്വരൂപം ദൈവാദഭേദം ഉത ദൈവവശാത് ഉപേദം. ഈ ശരീരം എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങളൊക്കെ പറയും എനിക്കൊരു ശരീരം കിട്ടിയെന്ന്. തെറ്റാതെ. എനിക്കുമില്ല, കിട്ടിയിട്ടുമില്ല. ശരീരം അങ്ങോട്ട് ഉണ്ടായി. എന്താ കാരണം? മാതാപിതാക്കളാണ് കാരണം. ആ ഉണ്ടായ ശരീരത്തിൽ നാം വളർന്ന് 5-6 വയസ്സാവുമ്പോഴേ ഞാനൊരു മകനാണ്, മകളാണ്, എനിക്ക് അച്ഛനമ്മമാരുണ്ട് എന്നുള്ള തോന്നലൊക്കെ വരുന്നു. അപ്പം നിങ്ങൾ സമ്പാദിച്ചതോ നിങ്ങൾക്ക് കിട്ടിയതോ അല്ല ഈ ശരീരം. ഈ ശരീരം പ്രപഞ്ച വ്യവസ്ഥകൾക്ക് വിധേയമായി പലതും ഉണ്ടാവുന്നത് പോലെ ഇതങ്ങോട്ട് ഉണ്ടായി. കടലിൽ മത്സ്യമുണ്ടാവാറില്ലേ? ഉവ്വ്. ചാണത്തിൽ പുഴു ഉണ്ടാവാറില്ലേ? എന്താ കഠിനായോ ഞാൻ പറയണത്? ചാണത്തിൽ പുഴു ഉണ്ടാവാറില്ലേ? ഉണ്ട്. ചളിയിൽ കൃമി ഉണ്ടാവാറില്ലേ? ഉവ്വ്. ഈയാമ്പാറ്റ പെട്ടെന്ന് പുറപ്പെടാറില്ലേ? ഉവ്വ്. അതുപോലെ നമ്മുടെ ശരീരവും പുറപ്പെട്ടു. എന്താണ് വിശേഷവിധി? ഒന്ന് പറയും നിങ്ങൾ. അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യാതീതമായിരിക്കുന്ന ഒരു സങ്കല്പമാണത്. ആ ദൈവത്തിന് വിധേയമായി നമ്മുടെ ശരീരം ഉണ്ടായി. ദൈവത്തിന് വിധേയമായി അതൊരു കാലത്ത് പോകുന്നു. അത് ഉണ്ടായതോ അത് പോകുന്നതോ എൻ്റെ അധീനത്തിലില്ല. അപ്പം രണ്ടിൻ്റെയും ഉള്ളിൽ കിടക്കുന്ന കാലത്തിലോ അതും എൻ്റെ അധീനത്തിലല്ല എന്ന് മനസ്സിലാക്കി വാസോ യഥാ പരികൃതം മതിരാ മദാന്ധ. ഈ ഒരു വരി വായിച്ചാലുണ്ടല്ലോ ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സ് അങ്ങോട്ട് ഇഹലോകത്തുനിന്ന് വിട്ട് മുകളിലേക്ക് പോവുക. എന്താ അവിടെ പറയുന്നത്? ആരാ അത് പറയുന്നത്? മഹാവിഷ്ണു. ആരോട്? സനകാദികളോട്, ബ്രഹ്മാവിനോട്. അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നതാ. എന്താ ചോദ്യം? മനസ്സും ലോകവസ്തുക്കളും മനസ്സും അഭേദ്യമായി അന്യോന്യം അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിരിക്കുക. അതുകൊണ്ട് ഈ വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പിൻവലിപ്പിക്കാനോ വസ്തുക്കളെ മനസ്സിൽ നിന്ന് അകറ്റാനോ രണ്ടും സാധിക്കുന്നില്ല. എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെക്കുറിച്ച് മനനം ചെയ്യുക, വിചാരം ചെയ്യുക, ഓർമ്മ വയ്ക്കുക. അതിനുവേണ്ടി ഉള്ളിടത്തോളം സത്സംഗത്തിൽ ചെന്നോളൂ. എത്ര വേണമെങ്കിൽ ശ്രീമദ് ഭാഗവതം വായിച്ചോളൂ.
യോഗവാസിഷ്ഠ രാമായണം വായിച്ചോളൂ, ഭഗവത്ഗീത പഠിച്ചോളൂ, അഷ്ടാവക്ര സംഹിത ഉരുവിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യും. ആരെ പറ്റിയിട്ടാണ് ഈ പഠിക്കുന്നത്? തൻ്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെപ്പറ്റി. ആ ആത്മാവ് എങ്ങനത്തതാ? നിർലിപ്തം. ഈ വാക്ക് ഓർമ്മ വയ്ക്കുമോ നിങ്ങൾ? നിർലിപ്തം. അതിന് ഒരു വിധത്തിലും ഒരു ലേപനവും ഉണ്ടാവില്ല. ഒരു ശരീരമല്ല, 10 ശരീരം ഉണ്ടായിക്കോട്ടെ, അതിനെന്ത് വേണം? കണ്ണ് കാണട്ടെ, കാത് കേൾക്കട്ടെ, നാവ് രുചിക്കട്ടെ, മൂക്ക് വാസനിക്കട്ടെ, ത്വക്ക് സ്പർശിക്കട്ടെ. പക്ഷേ ആത്മാ നിർലിപ്തമാണ്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ കേന്ദ്രീയമായിരിക്കുന്ന ഉള്ളിനുള്ള സത്താവിശേഷമുണ്ടല്ലോ, അതിൽ ഈ കാഴ്ചയും കേൾക്കലും മണക്കലും രുചിക്കലും സ്പർശിക്കലും എത്തണില്ല. മനസ്സിൻ്റെ ചിന്തകളും അവിടെ വരില്ല, ബുദ്ധിയുടെ ആലോചനകളും അവിടെ വരില്ല. അതിന് പാപക്കറയില്ല, പുണ്യഭൂഷണം അതിനില്ല. അതിനൊന്നുമൊട്ട് വേണ്ട, അതൊന്നുമൊട്ട് തേടുന്നുമില്ല. അത് നിറഞ്ഞിരിക്കുകയാണ്. അതിന് മികവ് പൂർണ്ണമാണ്. ഒരു വിധത്തിലും ഒരു കറയോ കുറയോ അതിന് യേശില്ല. ആ ആത്മാവിനെക്കുറിച്ച് മനനം ചെയ്യണം. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി കൊണ്ട് മാത്രം. രണ്ടിനെയും വിടണം എന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് പാഞ്ചഭൗതികമായ വ്യക്തിയമായ ഒരു ശരീരമല്ല, ഈ ഇന്ദ്രിയങ്ങൾക്ക് കാണാനുള്ള പദാർത്ഥങ്ങൾ മുഴുവനും അടങ്ങുന്ന ഈ ലോകം, ഇത് രണ്ടും കൂടിയതാണ് നമുക്ക് ദേഹം. ആ രണ്ടെണ്ണത്തിനെയും വിടണം. എങ്ങനെ? അതിൻ്റെ ഉള്ളിലൊരു ജീവനുണ്ട്. ആ ജീവൻ ഞാനാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം അത് വിടാൻ. ഞാനതല്ലെങ്കിൽ പിന്നെ വിടണ ചോദ്യം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ആ വ്യത്യാസബുദ്ധി മനസ്സിലാക്കി അങ്ങോട്ട് വിടണം. ദൈവാദപേതമുത ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മതിരാമദാന്ധ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് സാധ്യാണോ എന്ന് ചോദിക്കും. സാധ്യാണ്. അതിന് ഉദാഹരണം പറയുക. മൂക്കറ്റം കുടിച്ചിട്ട് ആഞ്ഞു കുഴഞ്ഞിങ്ങനെ നിൽക്കാനും പിടിക്കാനും പറ്റാതെ നടക്കണ ആളുണ്ടല്ലോ. ആ നടക്കുന്ന ആളുടെ അരയിൽ നിന്ന് മുണ്ടൊന്ന് അഴിഞ്ഞു വീണാൽ അയാൾ അറിയോ? ഇല്ല. വല്ലവരും വന്നെടുത്ത് ഉടുത്തങ്ങോട്ട് വിട്ടാലോ അപ്പോഴും അറിയില്ല. അതുപോലെയാണ് ജ്ഞാനിയുടെ നില എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തു ഉണ്ടാക്കി തീർക്കുന്ന ഉന്മന്യാവസ്ഥ. ഇതോ ആത്മലാഭം കൊണ്ട്, ധ്യാനം കൊണ്ട്, ഭക്തി കൊണ്ട്, ഈശ്വര വിശ്വാസം കൊണ്ട് മനസ്സിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും വികല്പങ്ങളെയും തരണം ചെയ്ത് കിട്ടുന്ന ഉള്ളിനുള്ള ആ നിറവും മികവുമാണ് ഇതിൻ്റെ പിന്നിൽ. ഒരു ലഹരി വസ്തുവില്ല, ബാഹ്യവസ്തുക്കളൊന്നുമില്ല. മറ്റത് ലഹരി പദാർത്ഥം കഴിച്ചു വരുന്ന ഒരു അബോധാവസ്ഥയാണ്. ആ അബോധാവസ്ഥയിൽ അരയിൽ നിന്ന് മുണ്ട് വീണാലോ ആരെങ്കിലും എടുത്ത് ഉടുത്താലോ എങ്ങനെ അറിയാതെ ഇരിക്കുന്നുണ്ടോ ലഹരിക്ക് വിധേയമായവൻ, അതേപോലെ ഈ ആത്മസാക്ഷാത്കാരത്തിൽ മുങ്ങിപ്പൊങ്ങി വിഹരിക്കുന്നവൻ ഈ ശരീരം വീഴുന്നതോ വീഴാതെ ഇരിക്കുന്നതോ അറിയുന്നില്ല. ഞാൻ നിർത്തണം ഇവിടെ. എത്ര നേരം നിർത്തണം നിങ്ങൾക്കിത് മനസ്സിലാവാൻ? ശ്രീമദ് ഭാഗവതമാണിത് പറയുന്നത്. ഇവിടെ നമ്മളോട് പറയുന്നത് ആരാ? കൃഷ്ണൻ. ആരെ നോക്കി? ഉദ്ധവനെ നോക്കി. ദ്വാരകയിൽ ഇരുന്നു കൊണ്ടാണ് സംസാരം. ഇതാണ് ഈ കൃഷ്ണന്റെ ജീവിതത്തിന്റെ മഹത്വം. എന്താ? അദ്ദേഹം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടില്ല, ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അമാനുഷമായ രീതിയിൽ അതിക്രമിച്ചിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. കുശലനായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എവിടെയൊക്കെ വധം വേണമോ വധിച്ചു, എവിടെയൊക്കെ ഗ്രഹണം വേണമോ ഗ്രഹിച്ചു. 16,000 കന്യകമാരാണ് ഞങ്ങൾക്ക് അഭയം തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. അയ്യോ, 16,000 പേരെ എനിക്ക് വയ്യേ, അതുമാത്രം ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ പോയി മനുഷ്യൻ പരാജയപ്പെട്ടു. ആ 16,000 ആൾക്കാരെയും പറഞ്ഞയച്ച്, പല്ലക്കിൽ പറഞ്ഞയച്ച്, ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഒരേ സമയത്ത് 16,000 കൃഷ്ണൻ കല്യാണം കഴിച്ചു. നോക്കണം നിങ്ങൾ. ഇതൊരു കഥയോ വിവരണോ എന്തോ ആയിക്കോട്ടെ, നടന്ന വർത്തമാനം പറയൂ. ആ മനസ്സിൻ്റെ വിശാലതയല്ലേ അവിടെ കാണിക്കുന്നത്. തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുക, ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുക, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കുക, പുലർത്തേണ്ടതിനെ പുലർത്തുക. അങ്ങനെ ബഹുമുഖ കുശലത നമ്മുടെ മനസ്സിന് സംഭാവ്യമാണ്, നേടിയെടുക്കാൻ പറ്റണം. അല്ലാണ്ട് എൻ്റെ ഒരു വീട്, 2 കുട്ടി, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, വിട്ടുകളയൂ ഈ സങ്കുചിത ഭാവം. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ വിശ്വത്തോളം വിശാലത സംഭരിക്കാൻ പറ്റുന്നതാണിത്. അതിനെ നിങ്ങളൊരു കടുകാക്കി അങ്ങോട്ട് ജീവിക്കുക. ഇതിലധികം ഏഴത്തം, പോഴത്തം, പഞ്ഞത്തം എന്തുണ്ട്? ഇല്ല. ഇത് തന്നെയാണ്. മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് നിശ്രേയസായ വിഷയഖലു സർവതസ്യ.
നിശ്രേയസത്തിന് വേണ്ടി വേണം പരിശ്രമിക്കാൻ, അഭ്യുദയത്തിന് വേണ്ടിയല്ല. ബാക്കിയുള്ളതൊക്കെ എല്ലാ ജന്മങ്ങളിലുമുണ്ട്. ഈ നിശ്രേയസം കൈക്കലാക്കാൻ മനുഷ്യജന്മം വേണം എന്ന് പറഞ്ഞ് അതിനാണ് പരിശ്രമിക്കേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ നിശ്രേയസത്തിൻ്റെ സ്വഭാവം, മാനദണ്ഡം, വിശേഷതയാണ് ഇവിടെ കുറിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണു. ആർക്ക്? ഉദ്ധവന്. ഇത് കേട്ടിട്ട് ഉദ്ധവൻ എന്താ ചെയ്യാൻ പോണത്? കൃഷ്ണൻ പറഞ്ഞ മാതിരി ദ്വാരകയെ വിട്ടങ്ങോട്ട് നടക്കണു. എന്താ അതിനർത്ഥം? അപ്പോൾ ഈ അറിവിനുള്ള ശക്തിയും സ്വാധീനവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉദ്ധവൻ അവധൂതനായില്ല, കൃഷ്ണനും അവധൂതനായിട്ടില്ല. പക്ഷേ അവധൂത വൃത്തി എന്നുള്ളതൊന്നുണ്ട്. അതേമാതിരി ഇങ്ങനെയുള്ള ഒരു വിദേഹമുക്തി, ജീവൻ മുക്തിയിൽ തന്നെ വിദേഹമുക്തനാകുന്ന ഒരു നിലയുമുണ്ട്. ദേഹം ചനശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യഥോധ്യഗമത്സ്വരൂപം ദൈവാദഭേദം ഉത ദൈവവശാദുഭേദം. ദൈവം എന്ന് പറയുമ്പോൾ ദിഷ്ടം എന്നും പറയും. മനുഷ്യന് അതീതമായി വേണ്ടതുപോലെ മുൻകൂട്ടി ഗ്രഹിക്കാൻ പറ്റാത്ത വിധം ദുരൂഹമായി നടക്കുന്ന വിശേഷപ്പെട്ട ഒരു സന്ധാരണ ശക്തിയുണ്ട് ഈ ലോകത്തിൽ. നമ്മെ വലയം ചെയ്ത് നമ്മളെ ഉള്ളിൽ വ്യാപിച്ച് ഇറ്റ് പെനിട്രേറ്റ്സസ്, ഇറ്റ് സറൗണ്ട്സസ്. അങ്ങനെയുള്ള ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാൽ നടക്കുന്നതും വരുന്നതും പോകുന്നതുമാണ് ഇവിടെയെല്ലാം. ഒരൊറ്റ എണ്ണം ഇവിടെ മനുഷ്യൻ നിർമ്മിച്ചതില്ല. ഇല്ല ഇല്ല. ദിഷ്ടത്തിൻ്റെ നിർമ്മാണത്തിൽ പെട്ടതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ട് നടക്കണു. വാസോ യഥാ പരിഹൃതം മതിരാമദാംധ. വിവേക ചൂടാമണിയിലെ ശങ്കരാചാര്യർ വിവരിക്കുന്നു. അതിങ്ങനെ ഒരു ശാസ്ത്രമാണല്ലോ. പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭി സംസാരിവച്ചരതി ഭുക്തിഷു മുക്തദേഹ സിദ്ധസ്വയം വസതി സാക്ഷിവദത്ര തൂഷ്ണീം ചക്രസ്യ മൂലമിവ കൽപ്പ വികൽപ്പ ശൂന്യ. എത്ര നന്നായിട്ടുണ്ടെന്നറിയോ? ആരാ മേലെ? ഏതാ മേലെ? ഭാഗവതോ മേലെ അതോ വിവേക ചൂടാമണിയോ മേലെ? ആലോചിച്ച് നോക്കൂ. പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭി. ആരുടെ മനസ്സിലും സ്ഫുരിക്കുന്നതായ ആഗ്രഹങ്ങളോ പ്രേരണകളോ ഉദ്വേഗങ്ങളോ നമ്മളാരും ബലപ്പെടുത്തി ഉണ്ടാക്കിയതല്ല. പ്രാരബ്ധകർമ്മ പരികൽപ്പിതമാണത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ ജനിപ്പിച്ചത് ഒരു പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു ആകത്തുകയാണ്. ആ ആകത്തുകയുടെ ഉള്ളിൽ പെട്ടിട്ടാണ് നമ്മുടെ പ്രവൃത്തികളും പ്രവൃത്തികൾക്കുള്ള പ്രേരണകളുമെല്ലാം. അത് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് മനസ്സിലുള്ള വിചാരങ്ങൾ. അതിൽ നിന്ന് പുറപ്പെടുന്നതാണ് വാസനകൾ, ആഗ്രഹങ്ങൾ. പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭി. പ്രാരബ്ധം എന്ന് പറയുന്ന കർമ്മഭാഗം, കർമ്മഫലഭാഗം, ആ ഭാഗം കൊണ്ട് കൽപ്പിതം മനസ്സ് സങ്കല്പിച്ച് ഉണ്ടാക്കുന്നതാണ് വാസനാഭിഹി, ആഗ്രഹങ്ങളും പ്രേരണകളുമെല്ലാം കാരണം. സംസാരിവത് ശരതി ഭുക്തിഷു മുക്തദേഹ. ഒരു സിദ്ധൻ ഇവിടെ എങ്ങനെ ജീവിക്കണു? ബാക്കിയുള്ളവർ ജീവിക്കണമായിട്ട് ജീവിക്കുന്നില്ല. തൻ്റെ ഉള്ളിലുള്ളതെല്ലാം പ്രാരബ്ധപ്രേരണയാണ്. അതിൽ തനിക്ക് വാസ്തവത്തിൽ ഒരു പങ്കുമില്ല. ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കാനും പോകുന്നില്ല. അത് അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ, വരണതൊക്കെ വരട്ടെ, പോകുന്നതൊക്കെ പോകട്ടെ. ആയാതമായാതമപേക്ഷണീയം. വരുന്നത് സ്വീകരിക്കുക. ഗതം ഗതം സർവമുപേക്ഷണീയം. പോയത് മനസ്സിൽ അങ്ങോട്ട് വിട്ടുകളിയുക. എന്തെപ്പോൾ വരുന്ന ആരറിയാനാ? എന്തിനാ അറിയണത്? ആവശ്യം എന്താ? എൻ്റെ ആവശ്യം നിറവേറിയല്ലോ, എനിക്ക് ആഗ്രഹങ്ങളില്ലല്ലോ, വേണ്ടല്ലോ, ആവലാതി ഇല്ലല്ലോ, ബാധയില്ലല്ലോ, കിട്ടാനുള്ളത് കിട്ടിയില്ലേ, കൊടുക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ആപ്തകാമത്വം വന്നു കഴിഞ്ഞവൻ പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭി സംസാരിവത്. ആ ആളെ കണ്ടാൽ തോന്നും, ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ ആള് മിടുക്കനായിട്ടായിരിക്കണത്. ഇപ്പൊ കൃഷ്ണൻ എവിടെയാ താമസിച്ചത്? ദ്വാരകയിൽ. അതോ പുതിയതായിട്ട് കെട്ടിയത്? കൃഷ്ണന്റെ മുൻഗാമികൾ കെട്ടിയതൊന്നും കൃഷ്ണന് പോരാ. കംസൻ താമസിച്ച രാജധാനി വേണ്ട, അവിടെ ഉഗ്രസേനെ കൊണ്ടുപോയി ഇരുത്തി. ജരാസന്ധൻ വളരെയധികം ആക്രമിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ തൻ്റെ സ്വജനങ്ങളെയൊക്കെ സുരക്ഷിതമാക്കി നിർത്തണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ പറ്റാത്ത തരത്തിൽ സമുദ്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു നഗരമുണ്ടാക്കിയത്. അതിനെപ്പറ്റി ഞാൻ പറയണ്ടായി, ദ്വാരകയുടെ വൈഭവങ്ങളൊക്കെ. ഇന്നത്തെ കാലത്ത് മോഡേൺ റോഡ്സ് ഉണ്ടല്ലോ, ഇതിനെയൊക്കെ അതിശയിക്കുന്ന വിവരണങ്ങളാണ് ദ്വാരകയിൽ. വൃത്താകൃതിയിലുള്ള റോഡുകൾ, ഡയഗണൽ റോഡുകൾ, അതിൽ ക്രോസ് റോഡുകൾ, ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല പാർക്കുകൾ, മരതകപ്പച്ച വിരിച്ച് ഇടിച്ചിട്ടുള്ള സ്ഥലം, നടക്കാൻ എത്ര സൗകര്യ.
മതലിൻ്റെ ഇടയിൽ 10 അടി ദൂരത്തെ സ്വർണ്ണ കൊട. ഇനി ഇതിലധികം എന്തു വേണം നിങ്ങൾക്ക്? 4 ഭാഗത്തും ഒരു പൂങ്കാവനമാണ്. അതിൻ്റെ ഉള്ളിൽ ഫുട്പാത്ത് കഴിഞ്ഞിട്ടാണ് റോഡ്. ആർക്ക് എവിടെ വേണമെങ്കിൽ ചെല്ലാം. അവിടെ ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയന്മാരുണ്ട്, വൈശ്യന്മാരുണ്ട്, ശൂദ്രന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, പാട്ട്, കൂത്ത്, ഡാൻസ്, കുറത്തിയാട്ടം എല്ലാം ഉണ്ട് അവിടെ. ഒന്നിൻ്റെയും കുറവില്ല. അത്ര മനോഹരമായി. എന്തുകൊണ്ട് പാടില്ല? രാജാവാ കെട്ടുന്നത് രാജകീയമായിരിക്കണം. അത് ചെയ്തു. 16,000 പേര് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനും കൂട്ടാക്കി. സത്യഭാമയെ പിന്നിൽ വെച്ചിട്ടാണ് യുദ്ധം ചെയ്യാൻ പോയത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യമാരെയും കൊണ്ട് പടക്കളത്തിൽ മുമ്പിലേക്ക് പോവോ? കൃഷ്ണൻ ഒരു പേടിയില്ല. സത്യഭാമയെ ഞാൻ രക്ഷിച്ചോളാം, എതിർശരം ഒന്നും ഏൽക്കില്ല എന്ന് നല്ല പോലെ ശരക്കൂടം ഉണ്ടാക്കിയിട്ടാണ് പോവുക. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യ മനസ്സിൻ്റെ ശക്തിയൊന്നും ആരും അതിന് വിലങ്ങ് വയ്ക്കാൻ നോക്കണ്ട.